ഫൈവ്ക അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കേണ്ടത്. സോ നമുക്ക് ക്ലാസ് തുടങ്ങാം. RBI വാസ് നാഷണലൈസ്ഡ് ഇൻ വിച്ച് ഇയർ? 1949. RBI നാഷണലൈസ് ചെയ്തത് 1949, സ്ഥാപിച്ചത് 1935. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് പരീക്ഷയ്ക്ക് വരിക. RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1935, നാഷണലൈസ് ചെയ്ത വർഷം 1949. SBI നാഷണലൈസ് ചെയ്ത വർഷം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI നാഷണലൈസ് ചെയ്ത വർഷം 1955. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം നാഷണലൈസ് ചെയ്തത്. സ്ഥാപിച്ചത് പ്രസിഡൻസി ബാങ്കുകളുടെ ജോയിൻ്റ് ആയിട്ടാണ് പിന്നീട് സ്ഥാപിച്ചത്. 3 പ്രസിഡൻസി ബാങ്കുകളായിരുന്നു. നേരത്തെ പറഞ്ഞു, കൽക്കത്ത, ബോംബെ ആൻഡ് മദ്രാസ്. ആ പ്രൊവിൻസിലെ പ്രസിഡൻസി ബാങ്കുകൾ, പ്രൊവിൻഷ്യൽ ബാങ്കുകൾ കൂട്ടിച്ചേർത്ത് ഇമ്പീരിയൽ ബാങ്ക് ഉണ്ടാക്കുകയും ആ ഇമ്പീരിയൽ ബാങ്കിൻ്റെ പിന്നീട് വന്ന ഫോമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 8 സബ്സിഡിയറികളുണ്ട്. ഇത് നാഷണലൈസ് ചെയ്തത് 1959. 8 സബ്സിഡിയറീസ്, 8 സബ്സിഡിയറീസ് ഉണ്ട്. ഈ 8 സബ്സിഡിയറീസ് നാഷണലൈസ് ചെയ്ത് 1959. ആ 8 സബ്സിഡിയറീസും ലയിച്ച് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയായി. നമുക്ക് പറയേണ്ടത് 14 ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ് ഓഫ് ഓവർ 15 crore വർ നാഷണലൈസ്ഡ്. 14 ബാങ്കുകളാണ് ഗവൺമെൻറ് ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്ത്. 14. ആ 14 നാഷണലൈസ് ചെയ്യാനുള്ള കാരണം 50 കോടി രൂപയ്ക്ക് മേലെ വരുമാനമുള്ള ബാങ്കുകളെയാണ് അന്ന് നാഷണലൈസ് ചെയ്തത്. ആ നാഷണലൈസ് ചെയ്തത് 19/7/1969. 19/7/1969 നാഷണലൈസ് ചെയ്തത്. ഏതൊക്കെയാണ് ബാങ്കുകൾ എന്ന് നമുക്ക് നോക്കണം. ഒന്ന്, ബാങ്ക് ഓഫ് അലഹബാദ്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ UCO ബാങ്ക്. ഇതിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ഇപ്പോൾ കാനറ ബാങ്ക് ആയിട്ട് ലയിച്ചു. അപ്പോൾ ഇത്രയും ബാങ്കുകളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണലൈസേഷൻ നടപ്പാക്കിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി. നമുക്കറിയാം, അയൺ ലേഡി എന്നും രാജ്യത്തിൻ്റെ ഉരുക്ക വനിത എന്നും രാജ്യത്തെ ദിശാബോധത്തിലേക്ക് നയിച്ച വനിതാ പെൺസിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ ബാങ്കുകളുടെ നാഷണലൈസേഷന് ചുക്കാൻ പിടിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് പറയേണ്ടത് 200 കോടിക്ക് മേലെയുള്ള 6 ബാങ്കുകൾ കൂടി പിന്നെ നാഷണലൈസ് ചെയ്തു. ആദ്യം 8 ആയിരുന്നു, ആദ്യം 14 ആയിരുന്നു. ആ 14 ബാങ്കുകൾ കൂടാതെ 6 ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്തു. 200 കോടി രൂപയ്ക്ക് മേലെ നാഷണലൈസ് ചെയ്ത വർഷം 15/4/1980. 200 കോടിക്ക് മേലെ ആസ്തിയുള്ള ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ആ ഡേറ്റ് 15/4/1980. ഏതൊക്കെയാണ് ബാങ്കുകൾ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, വിജയ ബാങ്ക്. ഇത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. ഇനി നമുക്ക് പറയേണ്ടത്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണലൈസ്ഡ് ബാങ്കുമായി മെർജ് ചെയ്തത് 4th സെപ്റ്റംബർ 1993. 4th സെപ്റ്റംബർ 1993 എന്തുണ്ടായി? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിച്ചു. അങ്ങനെ 19 ഓൾഡ് നാഷണലൈസ്ഡ് ബാങ്കാണ് ആ ടൈമിൽ ഉണ്ടായത്. അതിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അന്നുണ്ടായിരുന്ന ബാങ്കുകൾ ഇതാണ്: SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനാഗർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ബാങ്ക് ഓഫ് അലഹബാദ്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ UCO ബാങ്ക്,
ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, വിജയ ബാങ്ക്, IDBI ആൻഡ് BMB. ഇത്രയും ബാങ്കുകളാണ് പിന്നീട് നാഷണലൈസ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് ബാങ്കുകളുടെ നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പരീക്ഷയ്ക്ക് പലപ്പോഴും ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ബാങ്കുകൾ എന്നൊക്കെ സ്ഥാപിച്ചു, എന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് POSB സ്റ്റാൻഡ് ഫോർ ഡാഷ് ബാങ്ക്. POSB സ്റ്റാൻഡ് ഫോർ ഡാഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. നമുക്കറിയാം ഇപ്പോൾ പോസ്റ്റ് ഓഫീസിന് സേവിങ്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൻ്റെ ഷോർട്ട് ഫോമാണ് POSB എന്നുള്ളത്. POSB എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട കാര്യം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എന്നാണ്. ഇനി RRB were set up as a part of dash. RRB എന്താ? RRB റീജിയണൽ റൂറൽ ബാങ്കുകൾ. അത് സ്ഥാപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 20 പോയിന്റ് പ്രോഗ്രാം. അപ്പോൾ രണ്ട് തരത്തിൽ ചോദിക്കാം. RRB സ്ഥാപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? 20 പോയിന്റ് പ്രോഗ്രാം. ഇനി 20 പോയിന്റ് പ്രോഗ്രാമിൽ സ്ഥാപിച്ച ബാങ്കുകളെ എന്ത് വിളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാങ്കുകളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് RRB എന്നായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ നോക്കേണ്ടത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 ഈസ് നോൺ ആസ്. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 നമ്മൾ വിളിക്കുന്ന പേര് ബാങ്കിങ് നാഷണലൈസേഷൻ ആക്ട്. ഈ ബാങ്കിങ് കമ്പനീസ് ആക്ടിൻ്റെ പിന്നീട് വന്ന രൂപത്തെ പറയുന്ന പേരാണ് ബാങ്കിങ് നാഷണലൈസേഷൻ ആക്ട് എന്നുള്ള വാചകം കൊണ്ട് അറിയപ്പെടുന്നത്. ഇനി SBI ആൻഡ് സബ്സിഡിയറി. SBIക്ക് എത്ര സബ്സിഡിയറി ഉണ്ട് ലാസ്റ്റ്? SBIക്ക് ലാസ്റ്റ് ഉണ്ടായ സബ്സിഡിയറി എന്ന് വെച്ചാൽ 5 ബാങ്കുകളായിരുന്നു. ആ 5 ബാങ്കുകളും ഇപ്പം ലയിച്ച് SBI തന്നെയായി മാറി എന്നുള്ളതാണ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ആർ ഓൾസോ നോൺ ആസ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളെ നമ്മൾ പറയുന്ന വേറൊരു പേര് പ്രൈവറ്റ് ബാങ്കുകൾ. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് പ്രൈവറ്റ് ബാങ്കുകൾ. ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് DIR was introduced. Differential interest rate introduced 1972. Differential interest rate introduced 1972. Indian money market consists of modern sector and dash sector. Modern sector and borrowing sector. Indian money market ne parayunna modern sector allengi borrowing sector ennu vilikka. മണി സെക്ടർ ആൻഡ് പറയുന്ന പേര് ബോറോയിങ് സെക്ടർ എന്ന് വിളിക്കാം. എക്സിം ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1982. എക്സിം ബാങ്ക് സ്ഥാപിച്ച വർഷം 1982. 1982 എക്സിം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഡാഷ് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് കസ്റ്റമർ അറ്റ് കൗണ്ടർ. അതായത് കസ്റ്റമറിൻ്റെ കൗണ്ടറിൽ ടൈം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡ് ടെല്ലർ. നമുക്കതിൻ്റെ ഫോമാണ് ATM, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ATM ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഇനി ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് എമൗണ്ട് നോട്ട് എക്സീഡിങ് സർട്ടൻ ലിമിറ്റ് ആർ സെറ്റിൽഡ് ഇൻ എ ഡാഷ് കൗണ്ടേഴ്സ് ഇൻ ദ ബാങ്ക്. ടെല്ലർ അതായത് നമുക്ക് ട്രാൻസാക്ഷന് സമയം കഴിയാതെ ആൾക്കാരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനുള്ള സംവിധാനത്തെ പറയുന്ന പേരാണ് ടെല്ലർ സിസ്റ്റം. ആ ടെല്ലർ സിസ്റ്റത്തിൻ്റെ രൂപമാണ് ATM. ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് എമൗണ്ട് നോട്ട് എക്സീഡിങ് സർട്ടൻ ലിമിറ്റ്സ് ആർ സെറ്റിൽഡ് ഇൻ കൗണ്ടർ വിത്ത് ബാങ്ക്. അതായത് ഇത്ര ലിമിറ്റിനേക്കാളും എമൗണ്ട് കുറവാണെങ്കിൽ അത് നമ്മൾ ടെല്ലറിൽ, ഇപ്പോൾ നമുക്കറിയാലോ 30,000 രൂപ വരെയുള്ള എമൗണ്ടുകളൊക്കെ നമുക്ക് ATM വഴി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മെത്തേഡ് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഡാഷ് ഈസ് മീൻഡ് ഫോർ മീഡിയം ആൻഡ് ലോങ് ടേം ലോൺ. മീഡിയം ആൻഡ് ലോങ് ടേം ലോണിനെ നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ മാർക്കറ്റ്. മീഡിയം ആൻഡ് ലോങ് ടേം ലോണിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഷോർട്ട് ടേമോ മണി മാർക്കറ്റ്. നമ്പർ ഓഫ് ബാങ്ക് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1969.
1969 ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയത് എത്ര ബാങ്കുകൾ? 14. അപ്പോൾ 2 ചോദ്യം വന്നായിരുന്നു. എന്താ? 1969 നാഷണലൈസ് നടത്തിയ ബാങ്കുകളുടെ എണ്ണം 14. നമുക്ക് വേറൊരു അർത്ഥത്തിൽ ചോദിക്കാം, ആദ്യമായിട്ട് നാഷണലൈസേഷൻ നടത്തിയത് 1969 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആൻഡ് 1980 പിന്നെ 1980 അടുത്ത ബാങ്കുകൾ വന്നത്. അങ്ങനെ 6. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആയിട്ട് മാറി എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഡാഷ് ഈസ് an arrangement by which borrower is allowed to withdraw from his account more than what is deposited in account. അതായത് ഒരു ബോറോവർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഡ്രോ ചെയ്യാൻ പറ്റും അക്കൗണ്ടിൽ. അത് ഏത് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ട്? കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ നിന്നാണ് അത് പറ്റുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പണം പിൻവലിക്കാൻ പറ്റുള്ളൂ. അതായത് കറണ്ട് അക്കൗണ്ടിൽ നമ്മുടെ എമൗണ്ട് ഷോർട്ട് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ചെക്കുകളൊക്കെ സാധാരണ രീതിയിൽ ബാങ്ക് പാസ്സാക്കും. അതിനനുവദിക്കുന്നതിനെ പറയുന്ന പേര് ഓഡി ആണ്. ഓഡിക്ക് പലിശ അടയ്ക്കണം. ഇൻ FD അക്കൗണ്ട് ദ ലോങ്ങർ പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ്. FDയുടെ പീരീഡ് കൂടി കഴിഞ്ഞാൽ ഹയസ്റ്റ് റേറ്റ്, അതായത് കാലാവധി കൂടും തോറും FDന്ന് കിട്ടുന്ന പലിശയുടെ എമൗണ്ടും കൂടും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വേറൊരു പേര് ടേം ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓൾസോ നോൺ ആസ് ടേം ഡെപ്പോസിറ്റ്. ഫിക്സഡ് അക്കൗണ്ടിന് ടേം അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ക്രെഡിറ്റ് ക്രിയേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ഡാഷ്. ക്രെഡിറ്റ് ക്രിയേഷൻ CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ക്രെഡിറ്റ് ക്രിയേഷനെ നമ്മൾ വിളിക്കുന്ന പേര്, എങ്ങനെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക? CRRൻ്റെ അടിസ്ഥാനത്തിൽ, ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഡാഷ് ഡെപ്പോസിറ്റ്. ഒറ്റ പലിശയില്ലാത്ത അക്കൗണ്ട് ഡെപ്പോസിറ്റിനെ ഏതാ വിളിക്കുക? കറണ്ട്. കറണ്ട് ഡെപ്പോസിറ്റിന് സാധാരണ രീതിയിൽ പലിശയൊന്നുമില്ല. പക്ഷേ ഓഡി അനുവദിക്കുമ്പോൾ നമുക്കറിയാം ഓൾറെഡി എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ഹയർ ദി പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ആൻഡ് വൈവേഴ്സ സ്മോളർ. ഹയർ പെർസെൻറ്റേജ് ക്യാഷ് റിസർവ് റേഷ്യോ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ ഓൾറെഡി സ്മോളർ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ഡാഷ്. ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. ബാങ്ക് ഈസ് എ factory of credit. Agricultural Credit Department of RBI has been transferred to. Agricultural Credit Department of RBI transferred to NABARD. Agricultural Credit Department of RBI transferred to NABARD. Section 49 of RBI Act define. അപ്പോൾ സെഷൻ 49 of RBI Act define. RBI Act define. എന്താ RBI Act ഡിഫൈൻ ചെയ്യുന്ന? ബാങ്ക് റേറ്റ്. പരീക്ഷയ്ക്ക് ഓർത്ത് വയ്ക്കണം. ബാങ്ക് റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഏതടിസ്ഥാനത്തിൽ? RBI Act സെഷൻ 49 പ്രകാരമാണ് ബാങ്ക് റേറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് ഇന്ത്യ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് ഇന്ത്യയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് RBI. ഫോറിൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ എക്സിം ബാങ്ക് എന്ന് ഉപയോഗിക്കരുത്. ഫോറിൻ എക്സ്ചേഞ്ച് റേഷ്യോയുടെ ഇതെന്ന് പറയുന്നത് RBIക്കാണ് പരിപൂർണമായ അധികാരം. നോട്ട് ഇഷ്യൂ ഓഫ് RBI ഈസ് എ ഡാഷ് ഫംഗ്ഷൻ. സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ. നോട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ. നോട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ എന്നുള്ളത്. 6 ബാങ്ക് വർ നാഷണലൈസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഡാഷ് ഇയർ. 6 ബാങ്ക് അവസാനമായിട്ട് നാഷണലൈസ് ചെയ്തത് 1980 1980. പരീക്ഷയിൽ ചോദിക്കും. RBI വാസ് സ്റ്റേറ്റഡ് ആസ് എ ഡാഷ് ബാങ്ക്. RBI ആസ് എ സ്റ്റേറ്റഡ് എന്ത് ബാങ്കാ? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. RBI സ്റ്റേറ്റഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. ഇനി
If economy is suffering inflation, bank rate will be raised. എക്കോണമി എന്ത് ചെയ്യുക? സഫറിങ് ഇൻഫ്ലേഷൻ ഉണ്ടായാൽ ഓൾറെഡി ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? റേസ്ഡ് മീൻസ് ഉയർന്നു വരിക. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് നോട്ട് റിലേറ്റഡ് ടു ഡാഷ്. RRB. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ബാധകമല്ലാത്തത് RRBക്കാണ് ബാങ്കിങ് ആ സ്കീം ബാധകമല്ലാത്തത്. Any exchange made by central bank in a bank rate will lead to correspond changes in the market rate of dash interest. Then dash is the proportion of secondary or supplementary reserve to the total deposit maintained by commercial bank. Monetary ratio. Monetary ratio. CRR can be raised or lowered by dash in India. Cash reserve ratio ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം RBIക്ക്. തെറ്റരുത്. ക്യാഷ് റിസർവ് റേഷ്യോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം RBIക്ക് ആയിരിക്കും. Then another name of quantitative credit control is dash control. General. Dash control we called as general. Then അടുത്തത് dash credit control means to control total volume of credit created by commercial bank by quantitative. എന്താ? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രെഡിറ്റ് കൺട്രോൾ നടത്താറ്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. Stabilization of price level. Stabilization of price control are maintained by dash credit control. ഒരു രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് കൺട്രോൾ നടത്താനുള്ള പരിപൂർണമായ അധികാരം ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിനായിരിക്കും. The central bank is called dash bank. Central bank is called bankers bank, government bank, അങ്ങനെയൊക്കെ അറിയപ്പെടാം. Then in India that 1 rupee note are issued by. 1 rupee നോട്ട് എന്ന് പറയുന്നത് പഴയൊരു സിസ്റ്റമാണ്. അപ്പോൾ 1 rupee കോയിനാണ്. അത് ഇറക്കുമതി ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അത് ഇറക്കാനുള്ള അധികാരം മിനിസ്റ്ററി ഓഫ് ഫിനാൻസ്, ധനകാര്യ മന്ത്രാലയത്തിനാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാന്നറിയാം? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിസർവ് ബാങ്ക് ഗവർണർ ഡോക്ടർ ശക്തികാന്ത് ദാസ് ആണ്. ഇനി ഇൻ UK ഡാഷ് ഹാസ് ദ സോൾ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ UK മോണോപ്പൊളി ആരാ? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. UK നോട്ട് ഇഷ്യൂവിൻ്റെ മോണോപ്പൊളി എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ദ മോണോപ്പൊളി ഓഫ് UK നോട്ട് ഇഷ്യൂ. ഡാഷ് ബാങ്ക് ഒക്യുപ്പൈ സെൻട്രൽ സിസ്റ്റം ഇൻ ദ ബാങ്കിങ് സിസ്റ്റം ഓഫ് കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലാണ് RBI. ദ സെൻട്രൽ ബാങ്ക് എൻജോയ്സ് റൈറ്റ് ടു ഇഷ്യൂ ഡാഷ്. സെൻട്രൽ ബാങ്ക് എൻജോയ്സ് റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട് അധികാരം. ഇൻ മിക്സഡ് ബാങ്കിങ് ബാങ്ക് പെർഫോം ഡ്യുവൽ ഫങ്ഷൻസ് ഡാഷ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. അതായത് മിക്സഡ് ബാങ്കിങ്ങിൽ ബാങ്ക് കൊമേഴ്സ്യലും ഇൻഡസ്ട്രിയലായ ഫങ്ഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. കൊമേഴ്സ്യൽ ബാങ്ക് ക്യാൻ ബി ഐദർ യൂണിറ്റ് ബാങ്കിങ് ഓർ ഡാഷ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് ഓർ ബ്രാഞ്ച് ബാങ്കിങ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റംസ് നമ്മൾ കടമെടുത്തത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇംഗ്ലണ്ടിലും ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ് നടക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 15,000-അടുത്ത് ബ്രാഞ്ചുകൾ SBIക്ക് മാത്രമുണ്ട് എന്നാണ് പറയുന്നത്. രാജ്യത്തും വിദേശത്തുമായിട്ട് 15,000. ബാങ്ക് ആർ ഓൾസോ കോൾഡ് ഡാഷ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ബാങ്ക് ആർ ഓൾസോ കോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് കൂടി നമുക്ക് വിളിക്കാം. ദ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് വർ കോൾഡ് ഡാഷ് ബാങ്ക്. പ്രസിഡൻസി ബാങ്ക്. ഈ 3 പ്രസിഡൻസികളാണ് പ്രാദേശികമായ ഭരണകൂട പ്രവിശ്യ. ആ പ്രവിശ്യയിലുള്ളതിലെ പ്രസിഡൻസി ബാങ്കുകൾ എന്നാണ് അറിയപ്പെട്ടത്. എ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് ഈസ് ഓൾവേസ് മാർക്കഡ് വിത്ത് ദ ഡാഷ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരിക്കലും എന്തല്ല
നോട്ട് ട്രാൻസ്ഫറബിൾ. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും, നോട്ട് ട്രാൻസ്ഫറബിൾ. ദെൻ അടുത്തത് വരുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഈസ് സാങ്ഷൻ ഇൻ ഡാഷ് അക്കൗണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഒരേ ഒരു അക്കൗണ്ടിന് കിട്ടുള്ളൂ, കറണ്ട് അക്കൗണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഓവർ ഡ്രാഫ്റ്റ് കിട്ടുന്ന ഒരേ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട്. തെറ്റരുത്. ഡാഷ് ബാങ്ക് ഈസ് വൺ വിച്ച് is specialized in financing foreign trade of a country. എക്സ്ചേഞ്ച് എന്താ? ഫോറിൻ ട്രേഡ് ഓഫ് കൺട്രി. ഡാഷ് ബാങ്ക് എക്സ്ചേഞ്ച് ബാങ്ക്. എക്സിം ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് എക്സ്ചേഞ്ച് ബാങ്ക് എന്നുള്ളത്. ദ ഫസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ഡാഷ്. ഫസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. മറക്കരുത്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് ബാങ്കിങ് കമ്പനിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചത്. ദ ടേം ഡാഷ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ഡെപ്പോസിറ്റ് ബട്ട് ഓൾസോ ആക്ടിവിറ്റീസ് ലൈക്ക് കളക്ഷൻ ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ് ആൻഡ് ബില്ല്. എന്താ? ബാങ്കിങ്. ദ ടേം ബാങ്കിങ് നോട്ട് ഓൺലി ഇൻക്ലൂഡ് deposit but also activities like collection of check, draft and bill. A multi-lated check will be dash. Multi-lated check will be dash. Multi-lated check will be dash. Multi-lated check will be ടോൺ ചെക്ക്. അതിനെ പറയുന്ന വേറൊരു പേര് ടോൺ, ടോണിക് എന്നൊക്കെ പറയാറുണ്ട്. ടോൺ ചെക്കുകൾ എന്നാണ് വിളിക്കാറ്. ദെൻ a check bears a date before the date of issue is called dash check. And dated. And dated check. A check നമ്മൾ പറഞ്ഞ a check bears a date before the date of issue is called and dated. The National Stock Exchange of India was incorporated in 1992. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത്. ഷോർട്ട് ഫോം NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിൻ്റെ വാല്യൂവിനെ പറയുന്നത് നിഫ്റ്റി. സിറ്റുവേറ്റ് ചെയ്യുന്നത് ബോംബെ. സ്ട്രീറ്റിൻ്റെ പേര് കൊൽക്കത്ത സ്ട്രീറ്റ്. കൊൽക്കത്ത സ്ട്രീറ്റ്. സ്ട്രീറ്റിനെ പറയുന്ന പേര് കൊൽക്കത്ത സ്ട്രീറ്റ്. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, നവി മുംബൈയിലാണ്. ആ സ്ട്രീറ്റിനെ പറയുന്ന പേര് ദലാൽ സ്ട്രീറ്റ്. ഏറ്റവും ഓൾഡ് എന്ന് പറഞ്ഞ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലേറ്റസ്റ്റ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ ബാങ്ക് ടു പ്രൊഡ്യൂസ് ക്യാഷ് ഓൺ ഡിമാൻഡ്. ആവശ്യപ്പെടുന്ന സമയത്ത് ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബാങ്കിൻ്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേര് ലിക്വിഡിറ്റി. ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേര് ലിക്വിഡിറ്റി. Short term loan given for period ranging 1 day to 14 days. Short term loan given for a period ranging from 1 to 14 days. Dash. എത്ര? മണി അറ്റ് കോൾ. 14 വരെയുള്ളതിനെ പറയുന്നത് മണി അറ്റ് കോൾ. അതിനെ പറയുന്ന പേര് മണി അറ്റ് കോൾ എന്നാണ് അറിയപ്പെടുക. ഇനി അടുത്തത് ദ ഫെസിലിറ്റി ടു ഓവർഡ്രോ എ കസ്റ്റമർ അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഈസ്. ഏതാ? കറണ്ട് അക്കൗണ്ടിൽ മാത്രമാണ് കസ്റ്റമർക്ക് ഓവർ ഡ്രൂ നടത്താൻ പറ്റുള്ളൂ. ഓവർ ഡ്രോന് നമ്മൾ പറയുന്ന പേര് OD, ഓവർ ഡ്രാഫ്റ്റ്. അതായത് നമ്മളിപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് ഒരു 5000 രൂപയുള്ളൂ. നമ്മൾ 10000 രൂപ വരെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമറെ വാല്യൂ കളയാതിരിക്കാൻ ബാങ്ക് ആ ചെക്ക് എന്ത് ചെയ്യും? ഓൾറെഡി റിലീസ് ചെയ്യും. അപ്പോൾ അതിന് 5000 രൂപ നമുക്ക് അധികം ബാങ്ക് അനുഭവിച്ചു. അതിനെ പറയുന്ന പേരാണ് ഓവർ ഡ്രാഫ്റ്റ്. അത് കറണ്ട് അക്കൗണ്ടിന് മാത്രമേ കിട്ടുള്ളൂ. അതിന് പലിശ ഈടാക്കും. ഇനി 3 extra days added to calculate the date of payment of bill. Days of grace. അതായത് എല്ലാ ബില്ലുകൾക്കും സാധാരണ 90 ദിവസം കൂടാതെ ഒരു 3 ദിവസം കൂടി കൊടുക്കും. അതിനെ പറയുന്നത് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നാണ്. നമ്മളിപ്പോൾ 90 ദിവസമാണെങ്കിൽ 93 ദിവസം, 100 ദിവസമാണെങ്കിൽ 103 ദിവസം. അപ്പോൾ എപ്പോഴും ഒരു 3 ദിവസം എക്സ്ട്രാ കൊടുക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ ബാങ്ക് ആർ ഓൾസോ കോൾഡ് ഡാഷ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ പറയുന്ന വേറൊരു പേര് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. നേരത്തെ പറഞ്ഞതാണ്. ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ പറയുന്ന വേറൊരു പേര് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ പറയുന്ന പേര് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ദ ഡേറ്റ് ഇൻ വിച്ച് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കം പേയബിൾ.
ആ ബില്ലിൻ്റെ കറക്റ്റ് കാലാവധിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്യൂ ഡേറ്റ്. ബില്ലിൻ്റെ കറക്റ്റ് കാലാവധിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്യൂ ഡേറ്റ് എന്നുള്ളതാണ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡോക്യുമെൻറ്റ് ഈസ് എ ഡാഷ് ബിൽ. ക്ലീൻ. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ബാക്കി ഡീറ്റെയിൽസിൽ കറക്റ്റ് ആയിട്ടാണെങ്കിൽ അതിനെ പറയുന്നത് ക്ലീൻ ബില്ലുകൾ എന്നായിരിക്കും. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ വിത്തൗട്ട് എ വാല്യൂവബിൾ കൺസിഡറേഷൻ ഈസ് എ ഡാഷ് ബില്ല്. അക്കോമഡേഷൻ ബിൽ. ആ ബില്ലുകളെ നമ്മൾ വിളിക്കുന്ന പേര് അക്കോമഡേഷൻ ബില്ലുകൾ എന്നായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് എ ബിൽ ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ. ഒരു ബില്ല് ഡ്രോൺ ചെയ്യാനുള്ള അധികാരം ക്രെഡിറ്റർ. എ ബിൽ ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ. എ ബിൽ ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ. ഡാഷ് ഡ്രോ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് ഡ്രോൺ ചെയ്യാനുള്ള അധികാരം ഡെറ്റർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റർ, പ്രോമിസറി നോട്ട് ഡെറ്റർ. The person to whom the payment is to be made payee. The person to whom payment is made we called as payee. പേയ്മെൻറ്റ് നടത്തുന്ന ആളെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേര് payee എന്നായിരിക്കും. ട്രാവലേഴ്സ് ചെക്ക് ആർ ഇഷ്യൂഡ് ബൈ ബാങ്ക്. ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂഡ് ചെയ്യാനുള്ള അധികാരം ബാങ്കിനായിരിക്കും. ട്രാവലേഴ്സ് ചെക്ക് ആർ ഇഷ്യൂഡ് ബൈ ബാങ്ക് എന്നായിരിക്കും. ഇനി അടുത്തായിട്ട് വരുന്നത് കൊളാട്രൽ സെക്യൂരിറ്റി മീൻസ് ഡാഷ് സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേര് ടാഞ്ചബിൾ സെക്യൂരിറ്റീസ് എന്നായിരിക്കും. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഓൾസോ നോൺ ആസ് ടാഞ്ചബിൾ സെക്യൂരിറ്റീസ് എന്നായിരിക്കും. ദ ലീഡ് ബാങ്ക് സ്കീം വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. നരിമാൻ കമ്മിറ്റി. ലീഡ് ബാങ്ക് കമ്മിറ്റി നരിമാൻ കമ്മിറ്റിയാണ് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേര് നരിമാൻ കമ്മിറ്റി എന്നായിരിക്കും. ലോയ്ഡ്സ് ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് എ ഡാഷ് ബാങ്ക്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്. ലോയ്ഡ്സ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ആയിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ആയിരിക്കും. ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് SBI വാസ് ഡാഷ് കോർ 20 കോർ. ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് SBI ഈസ് 20 കോർ. SBIയുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 കോർ ആയിരുന്നു. എ മാർക്കറ്റ് ഇൻ വിച്ച് പ്രൊവൈഡ് ലോങ് ടേം ലോൺ ഈസ് കോൾഡ് ഡാഷ് മാർക്കറ്റ്. ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺ വരികയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും ഷോർട്ട് ടേം വരികയാണെങ്കിൽ അതിനെ നമ്മൾ മണി മാർക്കറ്റ് എന്നും വിളിക്കും. ബിഫോർ സ്റ്റാർട്ടിംഗ് RBI ഡാഷ് ബാങ്ക് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. RBI വരും മുന്നേ ഇന്ത്യയിൽ സെൻട്രൽ ബാങ്കിൻ്റെ പദവി മുഴുവൻ വഹിച്ച് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് കൺവേർട്ട് ചെയ്ത് നമ്മൾ SBI ആയി മാറിയത് എന്ന് പറയാം. എ മാർക്കറ്റ് ഇൻ വിച്ച് ഷോർട്ട് ടേം ബിൽ ആർ ഡിസ്കൗണ്ടഡ് ആൻഡ് റീഡിസ്കൗണ്ടഡ് ഈസ് കോൾഡ്. ഷോർട്ട് ടേം ബിൽ ആർ ഡിസ്കൗണ്ടഡ് ആൻഡ് റീഡിസ്കൗണ്ട് ഈസ് കോൾഡ് ഡാഷ് മാർക്കറ്റ്. അങ്ങനെ ബില്ലിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് എന്ത് മാർക്കറ്റാ? ബിൽ മാർക്കറ്റ്. ബില്ലിനെ ഡിസ്കൗണ്ട് ചെയ്യാകാം, റീഡിസ്കൗണ്ട് ആകാം, അതിനെ പറയുന്ന പേര് ബിൽ മാർക്കറ്റ് എന്നാണ്. 29ാമത്തെയാണ് IDBI വാസ് സെറ്റ് അപ്പ് ഇൻ ദ ഇയർ. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റ് അപ്പ് ഇൻ 1964. 1964 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. IFCI വാസ് സെറ്റ് അപ്പ് ഇൻ ദ ഇയർ. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI വാസ് ഇൻട്രൊഡ്യൂസ്ഡ് 1948. IFCI Industrial Finance Corporation of India 1948. The initial capital of RBI was 5 crore. RBIയുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crore. SBIയുടെ 20 crore. അതാണ് SBI എന്ന് വെച്ചാൽ അതിന് മുന്നുള്ള ബാങ്കാണ്. RBIക്ക് മുന്നുള്ള ബാങ്കാണ് SBI. SBI എന്നുള്ള പേരിലല്ല, ഇമ്പീരിയൽ ബാങ്ക് എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ ആരംഭിച്ച് ആ സമയത്ത് 20 കോടി രൂപയാണെങ്കിൽ RBIക്ക് അത് എന്തായിരുന്നു? ഞാൻ ഈ പറഞ്ഞ 5 കോടിയായിരുന്നു.
The RBI Act was passed in the year. RBI Act പാസ് ചെയ്ത് 1934, ബാങ്ക് വന്നത് 1935. RBI Act was passed 1934. The bank was set up 1935. A system under which the central bank limit the total amount of loan and advances by commercial banks. കൊമേഴ്സ്യൽ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കിങ് സംവിധാനങ്ങൾ അഡ്വാൻസസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് RBI ആണ്. അതിനെ പറയുന്ന പേര് ക്രെഡിറ്റ് കൺട്രോൾ. കൺട്രോളിങ് ദ ക്രെഡിറ്റ് വി കോൾഡ് ആസ് ക്രെഡിറ്റ് കൺട്രോൾ. Then അടുത്തത് when RBI purchase and sale securities in the open market, it is termed as dash open market operation. RBI ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. ഡാഷ് ആക്ട് ആസ് എ ബാങ്ക് ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ക്ലിയറൻസിൻ്റെ ബാങ്ക് RBI ആണ്. പക്ഷെ RBI ഇല്ലാത്ത സ്ഥലത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് SBI ആണ് ക്ലിയറൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഫ്രം 1 July 1956 ഇന്ത്യ ഫോളോ ഡാഷ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. 1956 ജൂലൈ 1 ഇന്ത്യ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് മിനിമം റിസർവ്. വി കോൾഡ് ആസ് മിനിമം റിസർവ്. മിനിമം റിസർവ് ഇൻട്രോഡ്യൂസ് ചെയ്ത് 1956 ജൂലൈ 1. അപ് ടു 1956 ഇന്ത്യ ഫോളോഡ് ഡാഷ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. 56 വരെ ടിൽ 56 വരെ ഫ്യൂഡീഷ്യറി സിസ്റ്റം. 56 വരെ ഫ്യൂഡീഷ്യറി സിസ്റ്റം. 56 വരെ നമ്മൾ ആ സിസ്റ്റത്തെ വിളിച്ചിരുന്ന പേര് ഫ്യൂഡീഷ്യറി സിസ്റ്റം. ഇൻ ഇന്ത്യ ദ ബാങ്കർ ടു ഗവൺമെന്റ് ഈസ്. ഇന്ത്യയിലെ ബാങ്ക് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നത് RBI. ദ ബാങ്ക് ഓഫ് ഗവൺമെന്റ് ഈസ് RBI. A deposit receipt is issued by the banker in the case of dash deposit. A deposit receipt is issued by the banker in the case of dash deposit. Deposit receipt issue ചെയ്യുന്നത് ഏത് ഡെപ്പോസിറ്റിനായിരിക്കും? ഫിക്സഡ് ഡെപ്പോസിറ്റിനായിരിക്കും. Deposit receipt issued fixed deposit. Then the difference between interest charged by the bank and paid by the bank is. Interest charged by the bank and paid by the bank is dash margin or നമ്മൾ വിളിക്കുന്ന പേര് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നതും ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യുന്നതും മാർജിൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. When the banker record that there is a sufficient amount in the customer's account in a check, it is a dash check. കസ്റ്റമേഴ്സിന് കറക്റ്റ് എമൗണ്ട് ഒക്കെ ഉള്ള ചെക്കിന് നമ്മൾ വിളിക്കുന്ന ചെക്ക് എന്താ? മാർക്കഡ് ചെക്ക്. അതായത് എമൗണ്ട് കറക്റ്റാണ്, ഫിഗർ കറക്റ്റാണ്, അതുമായി ബന്ധപ്പെട്ടതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാർക്കഡ് ചെക്ക്. എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഡാഷ്. എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എക്സ്പോർട്ടർ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി എക്സ്പോർട്ടർ. The BR Banking Regulation Act in India was passed in the year. Banking Regulation Act in India introduced 1947. അതുവരെ ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു. 1947 എന്തായി? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയി മാറി. അടുത്തത് ദ ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഡാഷ് 1969. ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ 1969. ദ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ എ ഡാഷ് ബാങ്ക്. ബാങ്ക് ഡ്രാഫ്റ്റ് വാസ് ഡ്രോൺ ബൈ ബാങ്ക്. Then the biggest commercial bank in India is SBI. രാജ്യത്തെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് SBI. RBI was nationalized 1949 RBI നാഷണലൈസ് ചെയ്തത്. The maximum number of withdrawal permit to current account. കറണ്ട് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവലിന് നോ ലിമിറ്റ്. നമുക്ക് ബാങ്കിങ്ങിൻ്റെ അവേഴ്സ് അല്ലാത്ത അവേഴ്സിൽ ഏത് സമയത്ത് വേണമെങ്കിലും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനൊക്കെ അവകാശമുണ്ടായിരിക്കും.
On the SBI was established 17-1955. SBI was introduced 17-1955. On the face of check, two transfer parallel lines are drawn with or without certain words. That is called crossing. നമുക്കറിയാലോ ചെക്കിൻ്റെ, ഇപ്പോൾ ഇതൊരു ചെക്കാണെങ്കിൽ ഈ ചെക്കിൻ്റെ ഈ രണ്ട് സൈഡിൽ പാരലായിട്ട് വരച്ചിട്ട് ഇവിടെ അക്കൗണ്ട് പേ ചെയ്യുന്നോ വേറെ എന്തെങ്കിലും എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രോസിംഗ് എന്നായിരിക്കും. ഡാഷ് ഈസ് എ ഡയറക്ഷൻ ഗീവൺ ടു ദി പേയിങ് ബാങ്കർ നോട്ട് ടു മേക്ക് ദ പേയ്മെൻറ്റ് അക്രോസ് ദ കൗണ്ടർ. ക്രോസിംഗ് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്. അതിന് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? കൗണ്ടർ വഴി ഒരു കാരണവശാലും പേയ്മെൻറ്റ് നടത്താനായിട്ട് പാടില്ല. In case of dash crossing, two transfers parallel with company or account pay only will be written on the face of this check. ചെക്കുമ്പോൾ എന്ത് എഴുതണം? ജനറൽ. ക്രോസിംഗ് ചെക്ക് എപ്പോഴും അക്കൗണ്ട് വഴി മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, കാശ് കിട്ടുള്ളൂ. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് അൺകണ്ടീഷണൽ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞ ഏത് ഓർഡറാ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും അൺകണ്ടീഷണൽ ഓർഡർ ആണ്. സെഷൻ 5 ഓഫ് NIA ആക്ട് ഡിഫൈൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് വരിക. ഇനി നമുക്ക് നോക്കേണ്ടത് ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക് ഇൻ ഇന്ത്യ സ്റ്റിൽ എക്സിസ്റ്റ് ഈസ് UTI ബാങ്ക്, നൗ ആക്സിസ് ബാങ്ക്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ഫസ്റ്റ് ആക്സിസ് ബാങ്ക് ആണ്, ആക്സിസ് ബാങ്ക് ആണ്. ആദ്യം എന്തായിരുന്നു? UTI ആയിരുന്നു, UTI ബാങ്ക് ആയിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം ആക്സിസ് ബാങ്കിനാണ്. അപ്പോൾ UTI ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ആക്സിസ് ഇല്ലെങ്കിൽ നമുക്ക് UTI എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ന്യൂ ജനറേഷനിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയാവുന്ന പേരനുസരിച്ച് അത് ആക്സിസ് ബാങ്ക് തന്നെയാണ്. അതിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. ആക്സിസ് ഇല്ലാത്ത സമയത്ത് UTIയുടെ പേര് എഴുതാം. പിന്നെ നമുക്ക് പറയാവുന്ന കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ICICI. ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ICICI. പബ്ലിക് സെക്ടർ, ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് SBI. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് SBI. ദ അപെക്സ് ബാങ്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, ഇൻഡസ്ട്രിയൽ ഫിനാൻസിൻ്റെ അപെക്സ് ബാങ്ക് എന്ന് പറയുന്നത് IDBI. ഇൻഡസ്ട്രിയൽ ഫിനാൻസിൻ്റെ തലതൊട്ടപ്പൻ അപെക്സ് IDBI, ഇൻഡസ്ട്രിയൽ ഫിനാൻസിൻ്റെ IDBI. ഇനി ICICI വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1955. 1955 ആര് വന്നത്? ICICI വന്നത് 1955. യെസ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഏത് ബാങ്കാണ്? നെടുങ്ങാടി ബാങ്കാണ്. കോഴിക്കോടാണ് ആസ്ഥാനം. ആരംഭിച്ചത് 1899 ആരംഭിച്ച വ്യക്തിയുടെ പേര് അപ്പു നെടുങ്ങാടി എന്നാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വന്നത് 1895 PNB. പഞ്ചാബ് നാഷണൽ ബാങ്ക് 1895 PNB നിലവിൽ വന്നത് എന്ന് പറയാം. ഇനി നമുക്ക് പറയാവുന്നത് എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് എന്ന് ഓൾറെഡി അറിയാം. ഇന്ത്യയിൽ 2 ആക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ഇയർ ഓർത്ത് വയ്ക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. RBI ആക്ട് 1934. RBI ആക്ട് 1934. ഇനി നമുക്ക് നോക്കേണ്ടത് ലോകത്ത് യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം നടപ്പാക്കുന്ന രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയാണ്. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റമുള്ള ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബ്രാഞ്ച് സിസ്റ്റമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കടമെടുത്തത് ബ്രാഞ്ച് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് 1911. 1911 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1911 സ്ഥാപിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കിലായിരുന്നു. ഹോളി മാനേജ്ഡ് ആൻഡ് ഓൺ ബൈ ഇന്ത്യൻസ് ആണ്. അതിനെ ഇന്ത്യയുടെ ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക് എന്ന് വിളിക്കാം.
സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ വിളിക്കുന്ന പേര് സ്വദേശി ബാങ്ക്. കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് ഓണർഷിപ്പ് എല്ലാം ഇന്ത്യക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയേണ്ട അടുത്തൊരു വാചകം, ദ ഫോറിൻ ബാങ്ക് ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. വേണ്ട. ഇനി ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഉള്ള ജില്ല എന്താണെന്ന് ചോദിച്ചാൽ എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഉള്ള ജില്ല എന്ന് പറഞ്ഞാൽ എറണാകുളമാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യക്കാരുടെ ബാങ്കാണ്. 1895 സ്ഥാപിച്ചത്. സ്ഥാപിച്ച സ്ഥലത്തിൻ്റെ പേര് ലാഹോർ. 1895 ലാഹോറാണ് പൂർണ്ണമായും ഇന്ത്യക്കാരുടെ കയ്യിലുള്ള ബാങ്ക്. ഇന്ത്യയുടെ ഓണർഷിപ്പിലും മാനേജ്മെൻറ്റിലുള്ള ബാങ്കിനെ പറയുന്ന പേരാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സർവീസ് ആരംഭിച്ചത് HSB ആണ്. HSBC ആണ് ആദ്യമായിട്ട് ATM സർവീസ് ഇന്ത്യയിൽ ആരംഭിച്ചത്. വർഷം 1987 ഡൽഹിയിലാണ് ആദ്യമായിട്ട് ATM സർവീസ് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ATM സർവീസ് കൊണ്ടുവന്നത് ഈ പറയുന്ന HSBC ആണ് കൊണ്ടുവന്നത്. ഡൽഹി 1987 ആണ്. അതേപോലെ ആദ്യത്തെ ചെക്ക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് ബംഗാൾ ബാങ്കാണ്. ചെക്ക് സിസ്റ്റം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ബംഗാൾ ബാങ്കാണ്. ഇയർ എന്ന് പറയുന്നത് 1784. ഇയർ എന്ന് പറയുന്നത് 1784. ദ ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ അലഹബാദ് ബാങ്ക്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അലഹബാദ് ആണ്. 1865 ഓൾഡസ്റ്റ് ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന പേര് അലഹബാദ് ബാങ്ക്. അലഹബാദ് ബാങ്കാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബാങ്ക് നമുക്കറിയാം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ആരംഭിച്ച വർഷം 1770. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. 1770. ഇന്ത്യയിലെ തന്നെയല്ല, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഓൾഡസ്റ്റ് എന്നുള്ളത്. ഫിസിക്കൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് നടപ്പാക്കിയത് 2003. ഫിസിക്കൽ പോളിസി ആൻഡ് മാനേജ്മെൻറ്റ് ആക്ട് ഇൻട്രൊഡ്യൂസഡ് 2003. MSFR was started by RBI. MSFR introduced by RBI 9th May 2011. MSFR introduced by RBI 9th May 2011. 9th May 2011. 9th May 2011. RTGS introduced started 2004. RTGS started 2004. NBSE regulation strengthened by RBI 1997. NBFC non-banking financial company. NBFC strengthened by RBI 1997. National Payment Corporation of India. അടുത്ത് NPCI National Payment Corporation of India. FEMA replaced in FERA 2000. FEMA replaced in FERA 2000. ഫെമയെ ഫെറയായിട്ട് മാറ്റിയത് 2000 ഇനി സ്വിഫ്റ്റ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ്. സ്വിഫ്റ്റ് ആ സ്വിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1973. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ബ്രസൽസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന വാചകം സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർനെറ്റ് ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇനി അണ്ടർ NIA ആക്ട് 81 ബാങ്കർ ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ ആക്ടിങ് ആസ് എ ബാങ്കർ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ്
ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവിങ്സിൻ്റെ സംവിധാനം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ദ മോണിറ്ററി പോളിസി ഈസ് ദ പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക്. അതായത് ഇന്ത്യയിലെ മോണിറ്ററി പോളിസി തീരുമാനിക്കാനുള്ള അധികാരം പൂർണ്ണമായിട്ടും RBIക്കാണ്, സെൻട്രൽ ബാങ്കിനാണ്. അതേമാതിരി ഈ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റത്തെ നമ്മൾ പറയുന്നത് ടെല്ലർ സിസ്റ്റമാണ്. അതിൻ്റെ ഉദാഹരണം എന്താണ്? ATM ആണ്. ATM ആണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. ഇനി KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ, ഇൻട്രൊഡ്യൂസ് ചെയ്താണ് റിസർവ് ബാങ്ക്. നോ യുവർ കസ്റ്റമർ, അതിനെ പറയുന്ന പേരാണ് KYC. ഇത് നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ട് RBI കൊണ്ടുവന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാം ഏപ്രിൽ 2010. ഏപ്രിൽ 2010 KYC ഗവൺമെൻറ് കമ്പൽസറിയായി നിർബന്ധമായിട്ട് നടപ്പാക്കി. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ് അർത്ഥം. അതേപോലെ CCL ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. CCL എന്ന് വെച്ചാൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏപ്രിൽ 2001. ഏപ്രിൽ 2001 ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ വരുന്നത് CBLO കൊളാട്രൈസ്ഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻ 2003. CBLO കൊളാട്രൽ ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻ 2003 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2003 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി BPLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ്. ഈ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2003 ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2003. അതേപോലെ ഫോറിൻ ബാങ്ക് ഈസ് ഓപ്പൺ ഇൻ ഇന്ത്യ വിത്ത് ഇന്ത്യൻ കറൻസി ഈസ് നോൺ ആസ് വോസ്ട്രോ അക്കൗണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഫോറിൻ ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ത്യയുടെ കറൻസി കൈകാര്യം ചെയ്യാൻ അതിനെ പറയുന്ന പേര് വോസ്ട്രോ ബാങ്ക് എന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.